ഹായ് നമസ്കാരം, ഫാസിലാണ്. പലരുടെയും സംശയമാണ് ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. രണ്ടിലും ഒരേ മൂലകം തന്നെയല്ലേ നമ്മൾ കൊടുക്കുന്നത്, ഒരേ കണ്ടന്റ് തന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതിലെന്താണ് വ്യത്യാസം? അപ്പൊ അതിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കാർബണിന്റെ അംശമാണ് കേട്ടോ. അതിന്റെ അളവിലാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ജൈവവളത്തിൽ ധാരാളമായിട്ട് കാർബണിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്, രാസവളത്തിൽ കാർബണിന്റെ അംശം അടങ്ങിയിട്ടില്ല. കാർബണിന്റെ അംശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവാംശം എന്ന് പറയല്ലോ, മണ്ണിൽ ജൈവാംശം ഉണ്ട് എന്ന് പറയല്ലോ. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജൈവവളം, ഇപ്പൊ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മളെ സൂപ്പർമീലോ നമ്മളെ ജൈവവളങ്ങൾ മാത്രം എടുത്ത് വെച്ച് അതിലൊരു വിത്തിട്ട് നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ ആ വിത്ത് മുളച്ചു വരും. അതേ സ്ഥാനത്ത് നമ്മൾ രാസവളം, ഇപ്പൊ യൂറിയ അല്ലെങ്കിൽ മറ്റേ പൊട്ടാഷോ ഏതെങ്കിലും രാസവളത്തിന് ഒരു വിത്തിട്ടിട്ട് അത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ചു വരില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചില നമ്മളെ മണ്ണിലുള്ള പോഷക ഗുണങ്ങളൊക്കെ നശിച്ചു പോകും. നമ്മളെ സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനത്തിലൂടെ കാണാൻ നമ്മളെ ചെടികൾ വേരുകൾ വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അപ്പൊ അതൊന്നും നടക്കൂല, കാരണം സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനം നടക്കുന്ന സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും രാസവളം കൊടുക്കുന്നതിലൂടെ. അതുപോലെ മണ്ണിൽ പോഷക ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ജൈവവളം മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസമൊക്കെ നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഇനിയിപ്പോൾ ഒരു കൊല്ലമായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും മണ്ണിൽ എങ്ങനെ നോക്കിയാലും പോഷക ഗുണങ്ങൾ ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ രാസവളം മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ രാസവളം ഇട്ട് കൊടുക്കണം, കാരണം ആ കറക്റ്റ് മൂലകം ആ ചെടിക്ക് കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ അത് നശിച്ചു പോകാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജൈവവളങ്ങളും അതേപോലെ രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസം.